അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വിത്തും കൈക്കോട്ടും. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. എറണാകുളം ജില്ലയോടാണ് ആദ്യത്തെ ചോദ്യം. അവർ ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് 10 പോയിന്റ് ലഭിക്കും. ഉത്തരം പറയാതെ അടുത്ത ടീമിന് കൈമാറുകയാണെങ്കിൽ അവർ ശരിയുത്തരം പറഞ്ഞാൽ 5 പോയിന്റാണ് ലഭിക്കുക. എറണാകുളം ജില്ലയോടാണ് ആദ്യത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 10% 150 ആയാൽ ആ സംഖ്യയുടെ 25% എത്ര? ശരിയായ ഉത്തരമാണത്. 375. എറണാകുളം ജില്ല ശരി ഉത്തരം ചെയ്തിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. ആലപ്പുഴ ജില്ലയോടാണ് അടുത്ത ചോദ്യം. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഈ മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഭഗത് സിംഗ്. ശരിയായ ഉത്തരമാണ്. ആലപ്പുഴ ജില്ല പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. അടുത്തത് കോട്ടയം ജില്ലയോടാണ് ചോദ്യം. ഔദ്യോഗിക വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റ് പാസാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം. ഇതനുസരിച്ച് ഒരു ഓഫീസിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ചുരുങ്ങിയത് എത്ര രൂപയുടെ ഫീസാണ് നാം അടയ്ക്കേണ്ടത്? 250. ഉത്തരം ശരിയായില്ല. പാസ് ചെയ്തിരിക്കുന്നു ഇടുക്കി ജില്ല. 50. ഉത്തരം വീണ്ടും ശരിയായില്ല. ചോദ്യം വയനാട് ജില്ലയ്ക്ക് കൈമാറും. 100. ശരിയായില്ല. 150 രൂപ. ഉത്തരം ശരിയായില്ല. വീണ്ടും എറണാകുളം ജില്ലയ്ക്കാണ് അവസരം. 15 ശരിയായില്ല. 10 രൂപ. 10 രൂപ ശരിയായ ഉത്തരം ആണ്. ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ചോദ്യം ഇടുക്കി ജില്ലയോടാണ്. ഇളങ്കോവടികൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന യുവരാജാവ് തമിഴ് ഭാഷയിൽ രചിച്ച ഒരു മഹാകാവ്യമാണ് ചിലപ്പതികൾ. വഞ്ചികാണ്ഡം എന്ന ഇതിലെ ഒടുവിലത്തെ അധ്യായത്തിൽ അദ്ദേഹം ജനിച്ച സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ജന്മദേശം. മധുര. അദ്ദേഹത്തിന്റെ ജന്മദേശം ഏതു സംസ്ഥാനമാണെന്ന് പറഞ്ഞത്? തമിഴ്നാട്. ഉത്തരം ശരിയായില്ല. വയനാട്. കേരളം. ശരിയായ ഉത്തരമാണ്. വയനാട് ജില്ല പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഓക്കെ, ചോദ്യം വീണ്ടും വയനാട് ജില്ലയോടാണ്. ടൈറ്റാനിയം ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ഇതിനെ വാണിജ്യ പ്രാധാന്യം നൽകുന്നത്. കൂടാതെ തോറിയത്തിന്റെ അയിരായ ഇൽമനൈറ്റ്, മോണസൈറ്റ്, റൂട്ടൈൽ തുടങ്ങിയവ ഇതിലുണ്ട്. ഇത് കൂടുതൽ കാണപ്പെടുന്നത് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ്. കരിമണൽ. ശരിയായ ഉത്തരമാണ്. വയനാട് ജില്ല വീണ്ടും പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു.